നമ്മളെപ്പോഴും ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. റിസൾട്ട് ആ ക്വാളിറ്റി തരും. അല്ലാതെ നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് മാത്രമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് ബിസിനസ് ആയാലും അതൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ റിസൾട്ട് തന്നെ വന്നുള്ളൂ. പിന്നെ നമുക്ക് ലക്കില്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വരില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ സിനിമ ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് മ്യൂസിക് ഡയറക്ടർ നല്ല മ്യൂസീഷ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ഹനീഫിനുണ്ടായിരുന്ന സജഷൻസ്, പക്ഷെ അതിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു വെച്ചാൽ ആ മ്യൂസീഷ്യനേക്കാളും മേലെ നിൽക്കണം അടുത്ത മ്യൂസീഷ്യൻ. ഞാനാണ് രവി ബസ്രൂറിനെ സജസ്റ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആക്ച്വലി രവി ബസ്രൂറിൻ്റെ സൈഡിൽ നിന്നുള്ളത് ഒരു മലയാള സിനിമ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും, എല്ലാ ഇഷ്യൂസും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുക ആവശ്യമായിരുന്നു, എനിക്ക് എല്ലാവർക്കും ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ണിയോട് പറഞ്ഞു, കുറച്ച് പൈസ നമുക്ക് കൂട്ടി കൊടുത്താലും രവി ബസ്രൂർ സാറിന് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം.